ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നണ്ട് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനൊരു 1 കിലോ നണ്ട് മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ നണ്ടാണ്. ഇപ്പം ഇതുപോലെ ഈ സാധനം ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് ഈ ഓടൊന്ന് മാറ്റിയേക്കാം. പിന്നെ ഈ സൈഡിൽ കാണുന്നല്ലോ, ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലേ. അത് നമ്മൾ ചുമ്മാ അങ്ങനെ എടുത്താൽ മതി, പെട്ടെന്ന് അങ്ങ് പോയിക്കോളും. ഇത് നമുക്ക് വേസ്റ്റിനകത്ത് ഇട്ടേക്കാം. പിന്നെ ഈ നണ്ടിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കാലുണ്ടല്ലോ, അത് നമുക്ക് കളഞ്ഞേക്കാം. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. പിന്നെ ഈ വലിയ കാല് നമുക്ക് 2ആയിട്ട് മുറിച്ചിടാം. ചില ആൾക്കാർ അങ്ങനെ തന്നെ ഇടും. അങ്ങനെ തന്നെ ഇട്ടാൽ ഒന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഈ മസാല ഇതിനകത്ത് കയറത്തില്ല. അതുകൊണ്ടാണ് ശകലം ഒടിച്ചിടുന്നത്. പിന്നെ ഇത് നല്ല ഉറച്ചങ്ങ് കഴിയണേ. നണ്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ നണ്ട് വെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ മെഡിസിൻ ഉണ്ടല്ലോ, പെട്ടെന്ന് അതിനൊരു റിലീഫ് കിട്ടും. നണ്ടിൻ്റെ നല്ലൊരു മെഡിസിനാണ് ഈ കഫക്കെട്ടിന്. ഇപ്പം ഈ ഒരു പാത്രം നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കറിക്ക് ചേർക്കുന്ന പെരുംജീരകം, കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, അത് മൊത്തം നമുക്ക് ഇട്ടിട്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം. അതും കൂടി നമ്മൾ എണ്ണയ്ക്കകത്ത് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് ഈ സവോള അരിഞ്ഞ് വെച്ചത് ഇട്ടേക്കാവേ. ഈ സവോള ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. എന്നെങ്കിലും നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മിക്സിക്കകത്തിട്ട് അരയ്ക്കാൻ പോവാം. അതുകൊണ്ട് ഇത്രയും വലുപ്പം വലിയ സാരമില്ല, ഇച്ചിരി വഴന്ന് കിട്ടിയാൽ മതി. പിന്നെ ഇത് ശകലം നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇടാം. തക്കാളി ഒരു തക്കാളി മതിയേ. ഞാൻ 1 കിലോയ്ക്ക് 1 തക്കാളി എടുത്തിട്ടുണ്ട്. 2 സവോളയും 1 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന, പിന്നെ ഈ തക്കാളി കുറച്ച് ഉടഞ്ഞ് കിട്ടിയാൽ മതി. നല്ലപോലെ വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് ഇടണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗ്രേവിക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പച്ചമുളക് നിങ്ങളുടെ അതിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഞാൻ ശകലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ച് വെച്ചേക്കാം. പിന്നെ അതേ പാത്രത്തിൽ തന്നെ പിന്നെയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിപ്പം നല്ലവണ്ണം പേസ്റ്റായിട്ട് അരച്ച് വെച്ചേക്കുന്ന നമ്മൾ തക്കാളി, സവോള, ഈ സാധനം ആ എണ്ണയ്ക്കകത്ത് കൂടി ഇട്ടിട്ട് കുറച്ച് നേരം വഴറ്റണേ. ഇതിൻ്റെ കുറച്ച് തിക്നെസ് വരും. നമ്മൾ ഒഴിക്കുമ്പം അതിൻ്റെ ഒരു തിക്നെസ് വരുന്ന രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് പൊടിയൊക്കെ ചേർക്കാവേ. ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ എരിവുള്ളത് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇച്ചിരി മുളക് പൊടിയും ചേർത്തേക്കാം, ഇച്ചിരി മഞ്ഞൾ പൊടി, അത്രയും ഉണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കാം. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ നണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പം എല്ലാവർക്കും ക്ലൈമറ്റിന് ചുമയും കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഈ നണ്ട് കറി ഇടയ്ക്കൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മൾ നണ്ടും കൂടി ഇട്ടിട്ട് ഈ മസാല നല്ലവണ്ണം മിക്സാക്കുകയാണേ. ഇച്ചിരി ഗ്രേവി ഇച്ചിരി തിക്കായതുകൊണ്ട് ശകലം കൂടി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല നണ്ടിനകത്ത് കൂടി ഇറങ്ങുന്ന രീതിയിൽ നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കാവാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എങ്ങനെ പറയാനാ, ഒന്ന് വെച്ച് നോക്കിക്കേ, അന്നേരം നിങ്ങൾക്കറിയാം. പിന്നെ ഇതിനകത്ത് നമ്മളൊരു സാധനം ഇട്ടിട്ടില്ല. ആ സാധനം ഇത് നമ്മൾ വാങ്ങുന്ന സമയത്താണ് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ഇടണേ. അത്യാവശ്യം നമുക്ക് നല്ല എരിവുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത് വെന്തതിന് ശേഷം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഏറെ ഇടുന്നുണ്ട്. ഇത് ഇടുമ്പോഴത്തേനാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഇൻക്രീസ് ആകുന്നത്. ഒന്ന് ട്രൈ ചെയ്യണേ, വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.